നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KGF-ഉം ബാഹുബലിയും RRR-ഉം പുഷ്പയും ഒക്കെ കണ്ട് കൈയടിച്ചിട്ടുള്ളവരാണ് നമ്മൾ മലയാളികൾ. അപ്പോഴൊക്കെ ഒരു വിഷമത്തോടെ നമ്മളിൽ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, മലയാളത്തിൽ എന്നാണ് ഇതുപോലെ ഒരു സിനിമ എന്ന്. അത് എമ്പുരാനിലൂടെ സാധ്യമായപ്പോൾ മറ്റൊരു വശത്ത് വിവാദ കൊടുങ്കാറ്റാണ് ഉയരുന്നത്. സിനിമയിലെ രാഷ്ട്രീയമാണ് പലരെയും പൊള്ളിച്ചിരിക്കുന്നത്. സിനിമയെ സിനിമയായി കാണാൻ എന്തുകൊണ്ട് ഇവർക്കാർക്കും കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. എമ്പുരാൻ മാത്രമല്ല കേരളത്തിൽ രാഷ്ട്രീയം സംസാരിച്ചിട്ടുള്ള സിനിമകൾ, എത്രയോ സിനിമകൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. പഞ്ചവടി പാലം മുതൽ എത്രയോ സിനിമകൾ നമ്മൾ ഇങ്ങോട്ട് കണ്ട് കൈയടിച്ചിട്ടുള്ളവരാണ്. പഞ്ചവടി പാലവും സന്ദേശവും ഒക്കെ കണ്ട് കൈയടിച്ചപ്പോൾ അതിലെല്ലാം രാഷ്ട്രീയക്കാരെ അങ്ങേയറ്റം വിമർശിച്ചിരുന്നു. അന്നൊക്കെ മലയാളികൾ അത് കണ്ട് കൈയടിച്ചിട്ടുണ്ട്. കാരണം അന്ന് സിനിമയെ സിനിമയായി എല്ലാവരും കണ്ടിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ രാഷ്ട്രീയക്കാർക്ക് വലിയ അസഹിഷ്ണുതയാണ്. രാഷ്ട്രീയം പറയുന്ന സിനിമകളോട് അവർക്ക് അത്ര അങ്ങോട്ട് താല്പര്യം പോരാ. എമ്പുരാൻ എന്ന സിനിമയിൽ ഒരു രാഷ്ട്രീയക്കാരെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയക്കാരെയും എടുത്തിട്ട് കുടയുന്നുണ്ട്. എന്നാൽ എമ്പുരാനിൽ കത്തിവെപ്പിക്കും എന്നുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ സംഘപരിവാർ ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ BJP-യിലെ ഒരു കൂട്ടം നേതാക്കൾ പറയുന്നു സിനിമയെ സിനിമയായി തന്നെ കാണണമെന്ന്. എന്നാൽ RSS-ന്റെ മുഖപത്രത്തിൽ വന്നിരിക്കുന്നത് മോഹൻലാൽ ഹിന്ദുക്കളെ ചതിച്ചുവെന്നും ജിഹാദികളുടെ കൂട്ടുപിടിച്ച് മലയാള സിനിമയെ പൃഥ്വിരാജ് വഞ്ചിച്ചു എന്നൊക്കെയാണ്. എമ്പുരാൻ ഒരു മികച്ച സിനിമ തന്നെയാണ്. അതിലെ രാഷ്ട്രീയം മാത്രമാണ് പലരും കാണുന്നത്. എന്നാൽ സിനിമാ പ്രേമികൾ അതിലെ ദൃശ്യ വിസ്മയമാണ് കണ്ടിട്ടുള്ളത്. അവർ ചർച്ച ചെയ്യുന്നത് ആ സിനിമയുടെ ക്വാളിറ്റിയാണ്. പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും അറഞ്ചം പുറഞ്ചം തെറിവിളിക്കുകയാണ് സൈബറിടത്തിൽ സംഘപരിവാറുകാർ. എന്നാൽ തിരക്കഥയൊരുക്കിയ മുരളി ഗോപിയെ ആർക്കും തെറി വിളിക്കണ്ട. എമ്പുരാന്റെ തിരക്കഥയൊരുക്കിയ മുരളി ഗോപി ഇതിനു മുൻപ് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്ന, ഇടതുപക്ഷത്തെ പൊളിച്ചെടുക്കുന്ന, എന്തിനേറെ പിണറായി വിജയനെ നേരിട്ട് വിമർശിക്കുന്ന സിനിമ എടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാവരും കൈയടിച്ചിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. ഏറ്റവും മികച്ച ചിത്രമായിരുന്നു അത്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ, ഇന്ദ്രജിത്ത് നായകനായി എത്തിയ സിനിമ. പക്ഷേ ഇന്നിപ്പോൾ എമ്പുരാനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുകയാണ് രാഷ്ട്രീയക്കാരെല്ലാവരും ചേർന്ന്. RSS-ന്റെ മുതിർന്ന നേതാവ് A. ജയകുമാർ ഇപ്പോൾ പൃഥ്വിരാജിനെ അതിശക്തമായി വിമർശിച്ചുകൊണ്ടൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. എമ്പുരാൻ മോഹൻലാലിനെയും ഗോകുലം ഗോപാലനെയും തകർക്കാനുള്ള ഇടത് ജിഹാദി ഗൂഢാലോചന. എമ്പുരാൻ സിനിമയുടെ കഥയും ആവിഷ്കാരവും കോടിക്കണക്കിന് ജനങ്ങളെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. പൃഥ്വിരാജും കൂട്ടരും ചതിച്ചത് നമ്മുടെ നാടിനെയും ഭരണകൂടത്തെയുമാണ്. NIA പോലുള്ള ദേശീയ ഏജൻസികളെ ജനലക്ഷങ്ങളുടെ മുൻപിൽ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നത് ആർക്കു വേണ്ടിയായിരുന്നു? മുല്ലപ്പെരിയാർ ഡാം ബോംബിട്ട് തകർത്ത് കേരളത്തെ നശിപ്പിക്കും എന്ന ഭീഷണി കേന്ദ്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നതായി ചിത്രീകരിക്കപ്പെടുന്ന കഥാപാത്രത്തിനെ കൊണ്ട് പറയിപ്പിച്ചത് നിർദോഷകരമായ കലയല്ല, കുൽസിത പ്രവർത്തനമാണ്. അതിന് ഗുജറാത്ത് കലാപവുമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ആഖ്യായികയോട് ഒരു തരത്തിലും ബന്ധപ്പെടുത്താൻ കഴിയുന്ന കാര്യവുമല്ല. തിരക്കഥാകൃത്തിന്റെയും അണിയറയിലെയും ഗൂഢാലോചകരുടെ ലക്ഷ്യമാണ് അത്തരം ഒരു ഭീഷണിയിലൂടെ പുറത്തു വന്നത്. സെൻസർ ബോർഡിന് കാണാൻ കഴിയാത്തത് തിയേറ്ററിൽ പോയ ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. മോഹൻലാലിനും ഗോകുലം ഗോപാലേട്ടനും പറയാൻ അറയ്ക്കുന്നത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും പ്രിവ്യൂ ഇല്ലാതിരിക്കുകയും കഥയുടെ പൂർണ്ണ രൂപം മനസ്സിലാക്കാതെയുമാണ് സിനിമാ തിയേറ്ററിൽ ഗോപാലേട്ടനും ലാലേട്ടനും എത്തുന്നത്. സിനിമാ ലോകത്തെ രാജാക്കന്മാരായ ഗോപാലേട്ടനെയും ലാലേട്ടനെയും അക്ഷരാർത്ഥത്തിൽ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചിലർ ചെയ്തത്. പൃഥ്വിരാജും സഹായികളും ചെയ്തത് രാജ്യദ്രോഹ കുറ്റമാണ്. ഈ നാട്ടിലെ ജനകോടികൾ ഇതിന് വിധി എഴുതട്ടെ. സിനിമയിൽ രാഷ്ട്രീയവും മതവും കലർത്തി കേരളത്തെയും മലയാളികളെയും ഇടതു തീവ്രവാദ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് ധരിക്കുന്നവരുടെ സിനിമ ലോകം ചവറ്റുകൊട്ടയിലേക്ക് എറിയും. ഇവിടെ കരളുറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയും കൈവിലങ്ങ് വെക്കാൻ കരുത്തുള്ള ആഭ്യന്തരമന്ത്രിയുമുള്ള നാടാണ്. കളം വിട്ട് കളിച്ചാൽ കാണികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, എന്നേക്കുമായി കളി അവസാനിപ്പിക്കുകയും ചെയ്യും. ഇതായിരുന്നു ആ കൊലവിളി പോസ്റ്റ്. എന്നാൽ സിനിമയെ സിനിമയായി കാണുന്ന മലയാളികളും ഇവിടെ ഉണ്ട് എന്നുകൂടി എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും. ജയകുമാർ തന്റെ പോസ്റ്റിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സിനിമയിൽ രാഷ്ട്രീയവും മതവും കലർത്തി തീവ്രവാദ കൂടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ. ഏറ്റവും കൂടുതൽ പ്രൊപ്പഗാണ്ട സിനിമകൾ ഇറങ്ങുന്നത് അങ്ങ് ബോളിവുഡിലല്ലേ? അതും ഇന്നിപ്പോൾ ഭരിക്കുന്നവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട്, അങ്ങ് കേന്ദ്രം ഭരിക്കുന്നവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് എത്രയോ സിനിമകൾ ഇറങ്ങിയിരിക്കുന്നു ജയകുമാറെ. അതിനെതിരെ ഒന്നും നിങ്ങൾ എന്തുകൊണ്ട് ശബ്ദം ഉയർത്തുന്നില്ല? അപ്പോൾ നിങ്ങളെ പൊലിപ്പിച്ചു കാണിക്കുന്ന സിനിമകൾ ഇറക്കിയാൽ നിങ്ങൾ അതിന് കൈയടിക്കും. എതിർക്കുന്ന എന്തെങ്കിലും ഒരു വാചകം അതിൽ ഉണ്ടായാൽ അതിന് കത്തിവെപ്പിക്കണം എന്നുള്ള നിലപാട്. ഇത്
ഒരു രാഷ്ട്രീയക്കാരെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഇപ്പോഴത്തെ നിലപാടുകൾ ഇതൊക്കെ തന്നെയാണ്. ഇവരിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരെ വിമർശിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സിനിമയിൽ ഉൾപ്പെടുത്തിയാൽ അതിനുടനെ കത്തിവെപ്പിക്കണം എന്നുള്ള ഒരു നിലപാടാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത്. സിനിമയെ സിനിമയായി കാണണമെന്ന് BJP-ക്കാർ പറയുമ്പോൾ സിനിമയെ സിനിമയായി കാണാൻ കഴിയില്ല, അതിലെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി തന്നെ എടുക്കും എന്നുള്ള നിലപാടിലേക്ക് ഇവരൊക്കെ എത്തിയിരിക്കുകയാണ്. എന്നാൽ സിനിമയെ സിനിമയായി കാണണമെന്ന് പറഞ്ഞ BJP നേതാക്കൾക്ക് ഒരു കയ്യടിയും കൊടുക്കണം. ചിത്രം കാണുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സിനിമ എല്ലാവരും കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. MT രമേശ് പറഞ്ഞതാണ് BJP നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിനിമയെ സിനിമയായി കാണണം, അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. സംഘപരിവാറിനെതിരെ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. സിനിമയെ ആശ്രയിച്ചാണോ ഈ രാജ്യത്ത് സംഘപരിവാർ പ്രവർത്തിക്കുന്നത്? ഇതായിരുന്നു MT രമേശിന്റെ പ്രതികരണം. അതിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സംസാരിച്ചിരിക്കുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാൽ വില്ലനായാണ് വന്നത്. നെഗറ്റീവിൽ നിന്നാണ് തുടങ്ങിയത്. ഇത്രയും ഉയരത്തിലെത്തിയത് അതിനുശേഷമാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP-യെ ഉയരത്തിലെത്തിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ നെഗറ്റീവ്. BJP ഒരു സൂപ്പർ താരത്തെ പോലെ ഉദിച്ചുയരുമെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സിനിമയെ എല്ലാവരും കാണണമെന്നും പിന്തുണയ്ക്കണമെന്നും പറഞ്ഞിട്ടുള്ള നിരവധി BJP-ക്കാരുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ സിനിമ കാണും, എല്ലാവരും ആ സിനിമ പോയി കാണണം, മോഹൻലാൽ എന്റെ സുഹൃത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ വിമർശനം ഗോകുലം ഗോപാലനും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ അദ്ദേഹവും രംഗത്തേക്ക് വന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എമ്പുരാൻ എന്ന സിനിമയിൽ കാണിക്കുന്ന എന്തെങ്കിലും സീനുകളോ ഡയലോഗുകളോ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ സംവിധായകനായ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ചില വാക്കുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിലെ ചില കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. അത്തരത്തിൽ പരാതി ഉയർന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സംവിധായകനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാറ്റം വരുത്താൻ എന്തൊക്കെ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് തിയേറ്ററുകളിൽ സിനിമ കളിക്കുന്നുണ്ട്. ഒരു തിയേറ്ററിൽ മാറ്റണമെങ്കിൽ അതിന് നല്ല ചെലവ് വരും. അപ്പോൾ 4000-ത്തിലധികം തിയേറ്ററുകളിൽ ഓടുന്ന സിനിമയിൽ മാറ്റം വരുത്താൻ അത്രത്തോളം പണം മുടക്കേണ്ടി വരും. ഏകദേശം 40 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. പരമാവധി ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്നാണ് ആഗ്രഹമെന്നും അത് പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ടെന്നും ഗോകുലം ഗോപാലൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ അവസാനമാണല്ലോ ഈ സിനിമയുമായി സഹകരിക്കുന്നത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരും തന്നെ ഇതുവരെയും ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ലാത്ത ആളുകളാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് ആർക്കും ആഗ്രഹമില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നാത്ത വിധത്തിൽ സിനിമ കാണണം. സിനിമ സെൻസർ ചെയ്താണല്ലോ വന്നത്, അപ്പോഴൊന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷെ സിനിമ കാണുന്നവർ പല ചിന്താഗതിക്കാരാണല്ലോ, അതിൽ വന്ന പ്രശ്നമാണ്. മോഹൻലാലിനായാലും എനിക്കായാലും ആരെയും വിഷമിപ്പിക്കാൻ താല്പര്യമില്ലാത്തവരാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷികളുമായും നമുക്ക് ബന്ധമില്ല. രാഷ്ട്രീയം എന്നാൽ സേവനം എന്നാണ് ഞാൻ കാണുന്നത്. വലിയൊരു സിനിമ എടുത്തത് റിലീസ് ചെയ്യാൻ കഴിയാതെ നിന്നു പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാൻ അതിൽ സഹകരിച്ചതെന്നും ഗോകുലം ഗോപാലൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ സിനിമയ്ക്കെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ മറ്റൊരു വശത്ത് സിനിമ വമ്പൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കാണണം. സിനിമയെ സിനിമയായി കാണുന്ന ഒരുപാട് പേർ ആ സിനിമയെ പിന്തുണയ്ക്കുകയും അതിനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ എല്ലാവരും എല്ലാ കാലത്തും മലയാളി പ്രേക്ഷകർ അങ്ങനെ തന്നെയാണ്. നല്ല സിനിമയെ നല്ലത് എന്ന് തന്നെ പറയുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് മലയാളികൾ.